ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം ഹാപ്പി ഓണം. അപ്പം ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അപ്പം ഇനി ഓണത്തിന് അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആവണം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അതിനു മുമ്പേ ഓണനാളുകളിൽ നമ്മളെ വീട്ടിൽ കാക്കേരപ്പം വരും. അതെ ഗൈസ്, അങ്ങനെ ഒരു സംഭവം എൻ്റെ നാട്ടിലുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അതെന്താണെന്നല്ലേ, അതിൻ്റെ സ്റ്റോറി എനിക്കറിയില്ല. അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം എന്തായാലും സമയം ആവാറായി. ഇപ്പം അവർ വരും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഒരു പോവാണ്. അപ്പം നമ്മളെ അമ്പലത്തിൽ നിന്ന് കാക്കേരപ്പൻ വന്ന് പോയി. അപ്പം ഇതെന്തിൻ്റെ ഇതിലുള്ള ആചാരമാണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ സ്റ്റോറി എനിക്കറിയില്ല. അറിയാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. അപ്പം ഇന്ന് നമ്മളെ പരിപാടി വെച്ചാൽ അമ്പലത്തിൽ പോകണം. അതായത് ഇപ്പം 8 മണിക്ക് നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങും. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം കാക്കേരപ്പൻ നമ്മളെ ഇവിടെ ഉള്ള ഏരിയയിലെ എല്ലാ വീട്ടുകളിലും പോയിട്ട് ലാസ്റ്റ് നമ്മുടെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോയിട്ട് കാക്കേരപ്പാന്ന് വിളിച്ചിട്ട് അവർ തിരിച്ച് മടങ്ങും. അപ്പോൾ നമ്മൾ അരിയാണ് ഇവർക്ക് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് സംഭവം. അപ്പം കൂടുതൽ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അമ്പലത്തിലേക്ക് പോവാൻ റെഡിയാവാം ഗൈസ്. ഇതാണ് നമ്മുടെ ഓണം ഔട്ട്ഫിറ്റ്. അതായത് ഞാനൊരു പിങ്ക് കളറ് ഷർട്ടാണ് എടുത്തത്, പിന്നെ ഒരു ഓഫ് വൈറ്റ് മുണ്ടും കൂടി എടുത്തു. അപ്പം ഓഫ് വൈറ്റ് മുണ്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഷർട്ടിൻ്റെ ഒപ്പരും നല്ല മാച്ച് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് എടുത്തില്ല മുണ്ട്. കാർത്തിക്കും ടീമും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 8 മണിക്ക് പോകാമെന്ന് പറഞ്ഞതാണ് അമ്പലത്തിൽ. പക്ഷേ ഇപ്പം 8:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ലേറ്റ് ആക്കണ്ട, വേഗം അമ്പലത്തിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടില്ല. കൃത്യസമയത്ത് തന്നെ നേരം വൈകിച്ചുകൊണ്ട് നമ്മുടെ കാർത്തിക് PG എത്തിക്കുകയാണ്. കാർത്തിക്കിൻ്റെ ഓണം ഔട്ട്ഫിറ്റ് സീൻ പച്ച കളർ. അപ്പം നമ്മൾ രണ്ടാളും ഇവിടെ എത്തിയെങ്കിൽ പറയാം. വേറെ കുറേ ടീമുണ്ട്, അവരിനിയും റെഡിയായില്ല. റെഡിയാ എന്നിട്ട് വന്നിട്ടില്ല. ഇവിടെ എത്തണം, എന്നാലേ ഉള്ളൂ. അപ്പം സുജു ഉണ്ട്, പിന്നെ അവൻ്റെ പേരെന്നാ ഗൗതം കൂടി ഉണ്ട്. അപ്പം അവർ രണ്ടാളും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സമയം മിക്കവാറും 9 മണി 9:30 ആവും അവിടെ എത്തുമ്പോൾ. നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പയ്യന്നൂരിലെ മെയിനായിട്ടുള്ള ഒരു അമ്പലത്തിലാണ് പോകുന്നത്. കുറച്ചും കൂടെ നേരം വൈകിച്ചുകൊണ്ട് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച മുണ്ടിരി ചളിയില്ല, എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം പ്രണവ് പുതിയ ഗ്ലാസ് ഇറക്കിയിട്ടുണ്ട്, ലെൻസ് കാർട്ട്. അപ്പം നമുക്ക് എന്തായാലും അമ്പലത്തിലേക്ക് പോവാം. എടാ ഇനി ആരെല്ലാം വരാനല്ലേ? ആ, ഒരു ഹാപ്പി ഓണം പറ കാർത്തികേ. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം. ഇതൊക്കെ ഞാൻ പിടിച്ച് പറയിപ്പിക്കണം, ഇവന്മാർക്ക് പറയാൻ പറ്റില്ല, കള്ളന്മാർ. നമ്മൾ അടുത്തതായി മുണ്ടെടുത്ത് വണ്ടിയിൽ കയറാൻ പറ്റാത്ത പ്രണവിൻ്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനിടക്ക് കാർത്തിക്കിൻ്റെ മുണ്ടിനും ഒരു ചവിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓണം ഔട്ട്ഫിറ്റിൽ 1-ാം സ്ഥാനം നിലനിർത്തി നമ്മുടെ കാർത്തിക്കും പ്രണവും കാലിക്കടവ് വിടുകയാണ് ഗൈസ്. ഈ മുണ്ടിന് ഒരു പ്രശ്നമില്ല. ഒട്ടിക്കുന്നില്ല, മറ്റേ ട്രൗസർ പോലെല്ലാം ഉണ്ട്. എൻ്റെ മുണ്ട് എലാസ്റ്റിക് ആയിപ്പോയി. എനിക്ക് മുണ്ട് കൊടുക്കാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല, ഞാൻ പിന്നെ ഓടും ചാടും, അതുകൊണ്ടെല്ലാം ഒന്ന് നേരാവണ്ണം മര്യാദക്ക് നിന്നോട്ടെ വിചാരിച്ചിട്ട് ഈ മുണ്ട് കൊടുത്തതാണ്. ഇതാണ് സുഖം ഗൈസ്. പക്ഷെ മലയാളിയായ മറ്റേ മുണ്ട് തന്നെ കൊടുക്കണം, അല്ലേ മാറ്റാൻ കഴിയില്ല, കുഴപ്പമില്ല, വിടാം. അങ്ങനെ നമ്മൾ പയ്യന്നൂർ അമ്പലത്തിലെത്തി. അപ്പം വടക്ക് ഭാഗത്തായി നമ്മളെ രഥം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പയ്യന്നൂർ അമ്പലത്തിലെത്തി. മുണ്ട് ശരിയായിക്കൊണ്ടിരിക്കുന്ന പ്രണവിനെയാണ് നിങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ എത്ര എടുത്തിട്ടും ശരിയാവുന്നില്ല. നമ്മളെ വ്ളോഗിൽ പുതിയ 2-3 ആൾക്കാരും കൂടെ വരും, അല്ലേ? 2-3 ആളായി. രണ്ടാളും.
അപ്പം ഇന്നലെ രാത്രി തന്നെ അമ്പലത്തിലേക്ക് പോകാമെന്ന് പ്ലാനിട്ട് വിളിച്ചതാണ് നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട ഞാൻ മാത്രമല്ല എല്ലാവരും പ്ലാൻ ഇട്ടിനി. എല്ലാവരും പ്ലാനിട്ട്. ഇനി കാർത്തിക് നേരത്തെ പോകാൻ പറഞ്ഞിട്ടുണ്ടായി, എന്നാ സംഭവം എന്ന് അറിയില്ല അല്ലേ? ആ 8 മണി കറക്റ്റ് പോകണം, അമ്പലത്തിലെത്തണം. ഞാനെത്തിയിട്ടാ ഇവനെത്തീനി. ഞാനെത്തിയിട്ടാ ഇവനെത്തിയത്. ഇവനെത്തും 8:40. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകും ഗൈസ്. അങ്ങനെ നമ്മൾ പയ്യന്നൂർ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയില്ലേ പ്രണവേ? ഹാപ്പി ആണോ? അതല്ലാതെ ഞാൻ വേറെ എന്തും പറയാനാ പറഞ്ഞേ. നമ്മുടെ സുജയ് അങ്ങനെ ഒടുവിൽ മുണ്ടെടുത്തിരിക്കുകയാണ്. എന്താ പറയല്ലോ ഓണായിട്ട്? ഹാപ്പി ഓണം പറഞ്ഞില്ല അല്ലേ? ഹാപ്പി ഓണം പറ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ആണോ സുജയെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. 2 മുമ്പിലേക്ക് പോയി ഓടി, 2 ഓടി. അതായത് അമ്പലത്തിലും ചില ടീമുണ്ട് ഗൈസ്, ഓണത്തിന് എന്തുകൊണ്ടോ അമ്പലത്തിൽ വരുന്ന ഒരു ടീം. പ്രാർത്ഥിക്കാൻ വന്നല്ലേ? പാർട്ടിക്കാരാ. അപ്പൊ നമുക്ക് അവർ 2 പിടിക്കണം. ഇനി എങ്ങോട്ട് പോയി എന്നറിയില്ല. ദാഹജലം നമ്മുടെ ജസ്റ്റിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പം ദാഹജലം കുടിക്കാനായി നിർത്തിയിരിക്കുകയാണ്. പയ്യന്നൂർ അമ്പലത്തെ പൂക്കളാണ് കാണുന്നത്. ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്യുന്ന നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട പ്രണവ് കാർത്തികയുടെ പോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എടുക്കട്ടെ? ചുറ്റം വെക്കാം അല്ലേ? അതെ. കാർത്തികനുണ്ടേ? ചെറുങ്ങന അങ്ങനെ നമ്മളെ വ്ളോഗിൽ വരാത്ത ജസ്റ്റിൻ കുഞ്ഞു ഇവന് കോൺഫിഡൻസ് ഉണ്ട്. ജസ്റ്റിന് തീരെ കോൺഫിഡൻസ്. ജസ്റ്റിന് ഓടിയത് വാവട കൈസ്. ഇവനാണ് ഗൗതം അല്ലേ? അതെ, പുതിയ ആളാണ് നമ്മളെ ഗ്രൂപ്പിലെ. പിന്നെ ജസ്റ്റിൻ ഇന്ന് രാവിലെ എത്തിയത്രേ. എറണാകുളത്ത് നിന്ന് പറന്നെത്തി ഇടാ പയ്യന്നൂർ അമ്പലത്തിൽ. അപ്പം നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ഗ്രൂപ്പിലെ അവസാനത്തെ മെമ്പറായ ഏറ്റവും പ്രായം കുറഞ്ഞ കാർത്തിക്കിന് നല്ല പ്രായമുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞതിലും കൂടുതൽ പ്രായമുള്ള 2 വയസ്സ്. പേര് പറ അഭിജിത്ത്. അപ്പുടൂന്ന് വിളിക്കും നമ്മൾ അല്ലേ? അപ്പം മുണ്ട് ഉടുത്തില്ല, മുണ്ട് ഉണങ്ങിയില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പം നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പയ്യന്നൂർ പ്രണവിൻ്റെ കണ്ണാടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ജസ്റ്റിൻ. ഓ മഞ്ഞപ്പിത്തം. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയാണ്. ഇതുവരെ ശരിയായില്ല. മഴ പെയ്ത് ഓണം ചെറിയ രീതിയിൽ വെള്ളത്തിലായി. അമ്പലത്തിൽ നിന്ന് നേരൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പോട്ടിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഈ വീടാണ് ആ സ്പോട്ട്. പക്ഷെ എല്ലാവരും വീട് പൂട്ടിയിട്ട് പോയി അല്ലേ? കാർത്തികലം ഭയങ്കരമായിട്ട് വന്നതാണ് ഫോട്ടോ എടുക്കാൻ. അവർ മനഃപൂർവ്വം വാതിൽ പൂട്ടി. അപ്പോൾ പാൻറ്റെല്ലാം ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വന്നതാ. എന്നിട്ട് നടന്നില്ല. എന്നാ പോവാ, നമുക്ക് പോവാ. സാധാരണക്കാരെ പോലെ നടന്നു പോകുന്ന കാർത്തിക് ആൻഡ് ടീം. ബാക്കി എല്ലാവരും മുങ്ങി. സുജു ഉണ്ട്. സുജു പറഞ്ഞല്ലേ എപ്പോഴും. അപ്പം നമുക്ക് എന്തായാലും നേരെ പോയി വണ്ടി എടുക്കാം അല്ല? എങ്ങനെ അങ്ങോട്ടല്ലേ? പായസം എടുത്താ എല്ലാം പായസം. എങ്ങനെയുണ്ട് പ്രണവ് പായസം? നല്ല പായസമല്ലേ? കാർത്തിക് എങ്ങനെയുണ്ട് പായസം? അടിപൊളി. ഈ ചേട്ടന്മാരാണ് പായസം അവിടെ വിതരണം ചെയ്തത്. അപ്പോഴും എങ്ങനെയുണ്ട് പായസം? എന്താ അങ്ങനെ രക്ഷ. എല്ലാരും പായസം കുടിക്കുക. 4 ഫ്രീ എന്ന് പറയുമ്പോൾ 4 കുടിച്ചു. 4 പായസം കുടിച്ച് നിറച്ചിരിക്കുകയാണ്. ജസ്റ്റ് 4 പായസം കുടിച്ചു. നിങ്ങൾ അറിഞ്ഞായിരിക്കും? അറിഞ്ഞു. പറ. ജസ്റ്റിനടുത്ത് ഒരു ബക്കറ്റിന്റെ പായസം 3 ഗ്ലാസ് 4 ഗ്ലാസ് 4 ഗ്ലാസ് അല്ല 5 ഗ്ലാസ്. അപ്പോൾ വരെ 5 കുടിച്ചിട്ടു. 5 തെളിവുണ്ടോ? പോവാ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പം എല്ലാവരും ഉണ്ട്. നമ്മൾ
ഇനി ഇവിടെ നേരെ ഏതോ കാവിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കാവുണ്ട്. ഏതാ കാവ്? ഏതാ കാവ്? കാവേതാന്ന് ഏത് കാവേതാ? കാശീപുരം വനശാസ്ത്ര ക്ഷേത്രം. ഏത്? കാശീപുരം വനശാസ്ത്ര ക്ഷേത്രം. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ടുക്കുഡോസിന് ഹെൽമെറ്റ് ഇല്ല. ഒന്ന് വെറുതെ വിടുമോ? നമ്മൾ ആലക്കാട് കാശീപുരം ശ്രീ വനശാസ്ത്രാവ് ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ടാണോ അല്ലേ? അതെ. അപ്പം കുറേ സ്റ്റെപ്പുണ്ട്. ഉന്തലടാ എന്ത് ചാടല്ല. അപ്പം നമ്മളെല്ലാം ആ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. ഒരു കാടിനുള്ളിലാണ് ക്ഷേത്രം. എടാ ഇതാ ക്ഷേത്രം. ഇതിലിങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. നല്ല വ്യൂ കാണിച്ചാലാ. ഇങ്ങനെയാണല്ലോ. എങ്ങനെയുണ്ട് സ്ഥലം? നീ വന്നില്ലേ ഇതുവരെ? ഇതിലേ പോകാൻ പറ്റും. വലിയൊരു കാടിന് നടുക്കാണ് ഈ ക്ഷേത്രം വരുന്നത്. അപ്പം ഇവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഇങ്ങോട്ട് ഞാനിതുവരെ വന്നില്ല. പ്രണവ് ഇതുവരെ വന്നില്ല. ഇതുവരെ വന്നിട്ടില്ല നമ്മളൊന്നും ഈ സ്ഥലത്ത്. എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആരും സ്ഥലം കണ്ടുപിടിച്ച് റീല് കണ്ടേ? ഓ റീല് കണ്ടേ. ഇവിടുന്ന് ഇതാണ് ക്ഷേത്രം. ഇതിലേ വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു അമ്പലമുണ്ട് ചെറിയ. ആദ്യത്തെ ഫോട്ടോ എടുക്കാൻ ജസ്സിൻ കയറിയിരിക്കുകയാണ് അങ്കത്തട്ടിലേക്ക്. പോസ് കിട്ടുന്നില്ല. സുജു ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട് തത്സമയം അല്ലേ? തത്സമയം ക്യാമറമാൻ സൗരവിനോടൊപ്പം കാർത്തിക് PG ഇവിടെ പോസ് പറഞ്ഞെടുത്ത് നിൽക്കുക. എങ്ങനെ ഒന്നുകൂടെ കുറേ ഒരു ഫോട്ടോ പോസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നല്ല ഫോട്ടോ എല്ലാം? എന്തു ആടേത് ഇന്ന് കഴിയുവാ? നമുക്കൊക്കെ പോണായിരുന്നു. അങ്ങനെ 500 പിക്കെടുത്ത് ഇന്നത്തെ ഓണം ഗംഭീരമായി ആഘോഷിച്ചേക്കാണ്. 500 പിക്സ് 2 വീഡിയോസും പിന്നെ വ്ളോഗും വന്നു. പിന്നെ എന്നാ വേണ്ടേ അല്ലേ? എന്നാലും ജസ്റ്റിനെ കുറിച്ച് 2 വാക്ക് എനക്കൊന്നും പറയാനില്ല. കാർത്തിക് PG. അല്ല കറക്റ്റ്, എല്ലാം കറക്റ്റാണ്. ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് വ്ളോഗിൽ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരുടെയും കണ്ണിലുണ്ണിയും കണ്ണട വെച്ചിരിക്കുന്നതുമായ നമ്മുടെ കാർത്തിക് PG. കണ്ടാ മനസ്സിലാവും അറിയില്ല. മീൻ ചെറുങ്ങനെ കാലിലിങ്ങനെ കൊത്തുന്നുണ്ട്. കണ്ട ഇത് കണ്ട് നമ്മളെല്ലാവരും കാല് വെച്ചിട്ടല്ലേ ഇടാം. ഫുള്ള് ചെമ്മാറിലൂടെ ഉണ്ട്. അപ്പോഴോ അവന്മാരവിടെ മീനുണ്ട്. അത് നോക്കി നിൽക്കുക ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇതേതാ നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. കുറച്ച് ആളും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ നല്ലൊരു സ്പോട്ടാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം അല്ലേ കാർത്തികേ? ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. കാർത്തിക് 500 അപ്പുറത്ത് എടുത്തു, ഇനി ഇപ്പുറത്ത് എടുക്കണം. ഭയങ്കര തിരക്ക്. അതെ, അത് കാവിൻ്റെ ഒത്ത നടുക്കാണ് നമ്മളില്ല, ഫുള്ള് ചുറ്റും കാവ്. എന്തായാലും നമുക്ക് ഉള്ളിലേക്കും കൂടെ പോകാം. കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട്, അവിടത്തേക്കും കൂടെ പോകാം. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടെ മുകളിൽ കയറി. അപ്പം ഇവിടുന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ ഇതാ. ഓക്കെ, വെള്ളച്ചാട്ടം ഫുള്ള് ഒഴുകുന്നു. കാർത്തിക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ധൃതി കാണിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. പ്രണവും ജസ്സിനെല്ലാം അപ്പുറം പോയിട്ടുണ്ട്, അപ്പുറം എല്ലാം അപ്പുറം പോയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഇനി ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. നമ്മൾ കാടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പം ഇവിടുന്ന് മൊത്തം അങ്ങോട്ട് ഫുള്ള് വെള്ളച്ചാട്ടമാണ്. അങ്ങോട്ട് ഇനി കുറേ പോകാനുണ്ട്, പക്ഷേ നമ്മൾ പോകുന്നില്ല.
ഇവിടെ കണ്ടോ ഫുള്ള് വെറൈറ്റി വേരുകളും കാര്യങ്ങളും ഉണ്ട്. ഏതെല്ലോ മരത്തിൻ്റെ ഏതെല്ലോ വേരുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കാരണം വെച്ചാൽ മഴ പെയ്യാറായി. അപ്പോൾ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് ഇനി മഴയും കൂടെ നനഞ്ഞാൽ തൃപ്തിയാവേണ്ടി വരും. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. അപ്പം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്കല്ലേ? എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം, അതായിരിക്കും നല്ലത്. നല്ല ടയർഡായി. പിന്നെ ബാക്കി അവിടെ എത്തിയിട്ട് ഒരു അതുപോലൊക്കെ സ്പേസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. നമ്മൾ യൂസ് എടുക്കാൻ ഓക്കെ നമ്മളിപ്പോൾ ഒരു കഫേ എല്ലാം ഉള്ളത്. ഉള്ളിലെത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ കാണുന്നത്. ഗൈസ്, അങ്ങനെ ഓണത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ്, അതായത് നമ്മളെ രാവിലത്തെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. നല്ല തലവേദന വെച്ചാൽ നല്ല തലവേദന. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം വെയിലത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ 2-3 സ്ഥലത്തും കൂടെ പോയായിരുന്നു. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് എപ്പോഴെന്നറിയാലോ, നാളെ കാണാം. ബൈ.